നടൻ ജിഷ്ണുവിനെ ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ അനുസ്മരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ കരിയർ തുടങ്ങിയതാണ് നമ്മളിലൂടെ. ജിഷ്ണു ചേട്ടൻ അങ്ങനെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളായിട്ടേ ഞങ്ങളുടെ അടുത്തൊന്ന് ബിഹേവ് ചെയ്തിട്ട് ഇങ്ങനൊരു ഷോക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എനിക്കൊരു നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോയ പോലത്തെ ഒരു ഫീലാണിത് ശരിക്കും. ജിഷ്ണു എന്നെ സംബന്ധിച്ചുള്ള നടൻ മാത്രമായിരുന്നില്ല, ഒരു അനിയനോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗം തന്നെയായിരുന്നു. അതുപോലെയാണ് ഇടപെട്ടിട്ടുണ്ടായിരുന്നത് ഓരോ സമയത്ത്. രാഘവേട്ടൻ ജിഷ്ണുവിന്റെ ഒരു ഫോട്ടോ കാണിക്കുകയും പുതുമുഖങ്ങൾ വെച്ചൊരു സിനിമ എടുക്കുന്നതുകൊണ്ട് കമലൊന്നും എന്റെ മകനെ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചപ്പോൾ ഫോട്ടോ കണ്ട ഉടനെ എനിക്ക് ജിഷ്ണുവിനെ ഇഷ്ടപ്പെടുകയും ജിഷ്ണുവിനോട് വരാൻ പറയുകയും ജിഷ്ണു എന്നോട് അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് സാറെ അഭിനയിച്ചങ്ങനെ പരിചയമൊന്നുമില്ല, ഈവൻ സംബന്ധിച്ച് കുട്ടിക്കാലത്ത് എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ നാടകങ്ങളിൽ അഭിനയിച്ചു അങ്ങനെ ഒന്നും പരിചയമില്ല. പക്ഷെ ഇതെല്ലാവരും കുടുംബങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമയാകുന്നതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ജിഷ്ണുവിന്റെ കൂടെ ഞാൻ അഭിനയിച്ചു നമ്മൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത്. ഇത്രയും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒക്കെ ഇത്രയും നന്നായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. ആ രോഗം വന്നതിന് ശേഷം ഞാൻ ഡോക്ടർ ഗംഗാധരനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് ജിഷ്ണുവിന്റെ കാര്യം, നമുക്ക് നോക്കാം എന്നേ അദ്ദേഹം എന്നോട് പറയാറുള്ളൂ. ഈ അടുത്ത കാലത്ത് ഒരുമിച്ച് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം വരെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്നെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയായിരുന്നു, ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ ജിഷ്ണുവിന്റെ ധൈര്യത്തെ പറ്റി അദ്ദേഹത്തിന്റെ മനഃശക്തിയെ പറ്റി ഞാൻ ഓർത്തത്. ഇതൊരു ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും നല്ലൊരു ഒരു പടവുകൾ വെട്ടിപ്പിടിക്കാൻ കഴിവുള്ള ഒരു നടൻ തന്നെയായിരുന്നു. കാരണം ഡിഫറന്റ് ആയിട്ട് ഒരുപാട് വേഷങ്ങൾ ചെയ്താണ്. സോ ഞാൻ ഒരു സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂ, പറയാം എന്ന് പറയുന്ന അനിൽ ബാബുവിന്റെ ഒരു ചിത്രത്തിലാണ് ഞാൻ അഭിനയിച്ചത്. ആ ഒരു ചിത്രത്തിൽ തന്നെ വളരെ വളരെ സിമ്പിളാണ് ആള്. കാരണം വെച്ചാല് ഒരു എന്താ പറഞ്ഞ ഒരു ബഹുമാനം കൊള്ളുന്ന, എല്ലാവരും ബഹുമാനിക്കുക, വളരെ എളിമയും അതുപോലെ സംസാരിക്കുന്ന രീതികളും പെരുമാറ്റവും എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു വ്യക്തി കൂടിയായിരുന്നു ജിഷ്ണു. മലയാള സിനിമ ഈ അടുത്ത കാലത്ത് ഈ വർഷം തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ആ ദുരന്തങ്ങളുടെ പട്ടികയിലേക്ക് ഉയർന്ന വാർത്തയും എത്തുമ്പോൾ തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷക സമൂഹവും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം തന്നെ വല്ലാത്ത ദുഃഖത്തിന്റെ ഒരു അവസ്ഥയിലാണ്. നമ്മൾ ചിലരെ കുറിച്ച് പറയില്ലേ, നല്ല ചക്കര കുട്ടൻ എന്ന് പറയും. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു സിനിമ അഭിനയിച്ചിട്ടില്ലെങ്കിലും രാഘവൻ ചേട്ടനുമായിട്ട് ഉള്ള പഴയ കാലത്തെ പരിചയമൊക്കെ വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിച്ച് കാണാറുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ഒരു ജിമ്മിൽ പോകുമ്പോഴും പുള്ളി ബനീനൊക്കെ ഇട്ട് നല്ല സ്മാർട്ടായിട്ട് വരിക. ഈ അസുഖം വന്നതിന് ശേഷം പുള്ളി മാനസികമായിട്ടും ആകെ തകർന്നു. കുറെ നാളൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കി. ഒരു നല്ല ആക്ടർ എന്നുള്ള രീതിയിൽ